അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ വി ഡിവൈഡ് ആൻ 8 സെൻറ്റിമീറ്റർ ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 1:2. അപ്പോൾ നേരത്തെ പോലെ അല്ല, ഇവിടെ 2 ആയിട്ട് കട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സെയിം ഈക്വൽ പാർട്ടായിട്ടല്ല, 1:2 ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം 8 സെൻറ്റിമീറ്ററിനെ 1:2 ആയിട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അല്ലാതെ 3 സെൻറ്റിമീറ്ററിന് നമുക്കറിയാം 1ഉം 2ഉം ആയിട്ട് എടുത്താൽ മതി, 1:2 ഇല്ല. അതല്ലാതെ നമുക്ക് ഏതൊക്കെ പറയാം, 1:2ന് ഈക്വലായിട്ട് നമുക്ക് പറയാം 2:4 എടുക്കാം അല്ലേ. നമുക്കറിയാം 2 + 4 6 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ 6 സെൻറ്റിമീറ്ററിന് നമുക്ക് 2 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടെ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇതാ കണ്ടോ, 6 സെൻറ്റിമീറ്ററിനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് 1:2 എന്ന റേഷ്യോയിൽ വരയ്ക്കാം. 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന നേരത്തെ വരച്ച പോലെ തന്നെ 8 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ളത്. അതിവിടെ വരച്ചിട്ടുണ്ട്. ഇനി 6 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. 6 സെൻറ്റിമീറ്റർ ഇതാ ചെരിച്ച് വരച്ചിട്ടുണ്ട്. ഇനി അതിനെ 2 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ അല്ലേ അങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ, 2 സെൻറ്റിമീറ്റർ ആൻഡ് 4 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ സെറ്റ് സ്ക്വയർ എടുക്കുക, ഇത് ജോയിൻ ആക്കുക, കറക്റ്റ് കൈവിടാതെ ആ ഒരു സ്കെയിൽ കറക്റ്റ് അതിന് അടുത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് സ്കെയിൽ ഫിക്സ് ആക്കി പിടിച്ചിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയറിനെ താഴെയുള്ള പോയിന്റിൽ കറക്റ്റ് ആക്കുക, ഇതാ വരച്ച് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മുടെ 8 സെൻറ്റിമീറ്ററും 1:2 എന്ന ഇതിൽ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. 8 സെൻറ്റിമീറ്ററിന് നമ്മൾ 1:2 എന്നതിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലേ. അതായത് ഏതോ ഒരു നമ്പർ ഉണ്ട് അല്ലേ, 1:2 എന്ന റേഷ്യോയിലാണെന്ന് പറയുമ്പോൾ 1x + 2x = നമ്മുടെ 8 അല്ലേ. 8നെയാണ് നമ്മൾ 1x + 2x, നമുക്ക് കിട്ടുന്നത് 3x = 8. അപ്പോൾ x എന്ന് പറയുന്നത് 8/3 ഉണ്ടോ. അപ്പോൾ നമ്മൾ x എന്ന് പറയുന്നത് 8/3 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ 1xും 2x ആണല്ലോ രണ്ട് സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1x എന്ന് പറഞ്ഞാൽ 8/3 ആണ് വരിക. അടുത്തത് 2x, അതായത് 2 × 8/3, അതായത് 16/3 ആണ് നെക്സ്റ്റ് കിട്ടുക. ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാനും പറ്റും. ഓക്കെ, ഈ ഒരു റേഷ്യോ വെച്ചിട്ടുള്ള വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ പെരിമീറ്റർ 30 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള, അതായത് ചുറ്റളവ് 30 സെൻറ്റിമീറ്റർ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ, ലെങ്ത്തും ബ്രെഡ്ത്തിൻ്റെ റേഷ്യോ 5:3 ആണെങ്കിൽ ആ റെക്റ്റാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തിൻ്റെ റേഷ്യോ ആണ് നമുക്ക് തന്നിട്ടുള്ളത് 5:3. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. 30 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തിൻ്റെ റേഷ്യോ. ഓക്കെ, അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തിൻ്റെ റേഷ്യോ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്തായിരിക്കും, നമുക്കറിയാം പെരിമീറ്റർ 2 × L + B ആണ് അല്ലേ. അത് 30 ആണെങ്കിൽ L + B, ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 15 ആയിരിക്കും. ഓക്കെ, 30/2 15 ആയിരിക്കും. അതായത് 15 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും ആയിട്ട് കട്ട് ചെയ്യുക. അതായത് ഇത്രയേ ഉള്ളൂ. റേഷ്യോ എന്ന് പറയുന്നത് 5:3, അതായത് 15 സെൻറ്റിമീറ്ററിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ 5 പാർട്ടും ലെങ്ത്താണ്. ഓക്കെ, ഇതാണ് ലെങ്ത്ത് വരിക, ഈ 5 പാർട്ട് എന്ന് പറയുന്നത്. ബാക്കി ഭാഗം ഈ ഒരു പാർട്ട് ബ്രെഡ്ത്താണ്. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് നമുക്ക് കാണേണ്ടത്. അതിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 5:3. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഈ ഒരു 15 സെൻറ്റിമീറ്ററാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ 15 സെൻറ്റിമീറ്റർ ഇവിടെ വരയ്ക്കണം. കറക്റ്റായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ 15 സെൻറ്റിമീറ്ററിന്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ഉള്ള 5:3 കട്ട് ചെയ്യാൻ പറ്റിയൊരു
നമ്പർ എടുക്കാം. 5:3 കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ 5+3 8 നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. 8 ഡിവൈഡ് ചെയ്യാൻ പറ്റും 5ഉം 3ഉം ആയിട്ട്, 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്റർ ആയിട്ട്. അപ്പോൾ നമുക്ക് 8 സെൻറ്റിമീറ്റർ ഇതാ ഇവിടെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, 8 സെൻറ്റിമീറ്റർ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. യെസ്, 8 സെൻറ്റിമീറ്റർ. അതിൽ 5ഉം 3ഉം ആയിട്ട് 3ഉം 5ഉം ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 and 5. ഓക്കെ, അപ്പോൾ 5:3 ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. 5 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ. ഇനി നേരത്തെ നമ്മൾ വരച്ച പോലെ തന്നെ എൻഡിങ് പോയിൻറ്റ്സ് ജോയിൻ ആക്കുക. എന്നിട്ട് അത് ഫിക്സ് ആക്കിയിട്ട് ഈ ഒരു സ്കെയിൽ അടുപ്പിച്ച് വെച്ച് ഫിക്സ് ആക്കാം. കറക്റ്റായിട്ട് കാണുന്നുണ്ടോ? കറക്റ്റായിട്ട് നമ്മുടെ സ്കെയിൽ അനക്കാതെ നമ്മുടെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വരച്ചിട്ട് അടുത്ത പോയിന്റിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് പാരലൽ ലൈന് വരച്ചു. പാരലൽ ലൈന് കട്ട് ചെയ്ത് പോകുന്നതെന്ന് പറയുന്നത് 5:3 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5:3 എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മുടെ ലെങ്ത്ത് വരുന്നത്, ഇത് നമ്മുടെ ബ്രെഡ്ത്ത്. നമുക്കറിയാം ലെങ്ത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബ്രെഡ്ത്ത് ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? റെക്റ്റാങ്കിൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ലെങ്ത്ത് ഓൾറെഡി ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്താൽ മതി? ബ്രെഡ്ത്ത് നമ്മുടെ കോമ്പസിലെടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കർവ് വരയ്ക്കുക. കറക്റ്റായിട്ട് വരയ്ക്കുക കേട്ടോ. ഈ ഒരു ലെങ്ത്ത് ബ്രെഡ്ത്തിന് അളവിൽ കറക്റ്റായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ 90 ഡിഗ്രിയിൽ ഇതൊന്ന് ജോയിൻ ആക്കി കൊടുക്കുക. കറക്റ്റ് ഇതേ ഒരു ലൈനിൽ കറക്റ്റ് സെറ്റ് സ്ക്വയർ വെച്ചു, നീട്ടി വരച്ചു. അതേപോലെ തന്നെ ഇവിടെയും കറക്റ്റ് ലൈനിൽ വെച്ചു, സെറ്റ് സ്ക്വയർ നീട്ടി വരച്ചു. ഈ ജോയിൻ ആവുന്ന പോയിൻ്റ് തമ്മിൽ നമ്മൾ ഇങ്ങനെ ജോയിൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? കറക്റ്റായിട്ട് നമുക്കവിടെ ഒരു റെക്റ്റാങ്കിൾ കിട്ടിയിട്ടുണ്ട്.